പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിൽ സ്ഫോടനമുണ്ടായതിൽ RSSനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM. വിഷയം മുക്കാൻ RSSും BJPയും നിരന്തരം ശ്രമിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ പോലും ഇതിനായി BJP ഉപയോഗിക്കുകയാണെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഈ സ്കൂൾ കോമ്പൗണ്ടിന്റെ 500, 550, 600 മീറ്റർ മാക്സിമം ഇത്ര ദൂരം മാത്രമാണ് RSSന്റെ കാര്യാലയത്തിലുള്ളത്. ഭീഷണിയുടെ മുൾമുനയിലാണ് അവിടുത്തെ ജനങ്ങളെ RSS നിർത്തിയിട്ടുള്ളത്. എല്ലാ കാലത്തും എല്ലാ അക്രമ സംഭവങ്ങൾക്കും എല്ലാ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കും ആയുധങ്ങളുമായി എത്തുന്ന ഒരു പ്രദേശമാണ് ഈ മൂത്താന്തറയിലെ RSSന്റെ ക്രിമിനൽ സംഘം. RSS അറിയാതെ അവിടെ ബോംബ് വരില്ല, ബോംബ് നിർമ്മാണം വരില്ല, യാതൊന്നും ഉണ്ടാവില്ല. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു ഉണ്ട്. അജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ അല്പം ശ്രദ്ധയൊന്ന് തിരിഞ്ഞു പോയ വിഷയമാണ് ഈ പാലക്കാട്ടെ സ്കൂളിൽ മുറ്റത്തുണ്ടായ സ്ഫോടനം എന്ന് പറയുന്നത്. അത് വീണ്ടും സജീവ ചർച്ചയാക്കുകയാണ് EN സുരേഷ് ബാബു. അതിൽ BJPക്ക് നേരെയും RSSനെതിരെയും വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ് പാലക്കാട് ഒരു ചിത്രം? പ്രധാനമായും ഇന്ന് സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണാനുള്ള കാര്യം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് BJP ഈ വിഷയത്തിൽ നിന്ന് തെന്നിമാറാനുള്ള ശ്രമമാണ് നടത്തുന്നതാണ് ഇപ്പോൾ CPM പറയുന്നത്. കാരണം 20-ാം തീയതി ആദ്യമായി ഈ സ്കൂളിൽ ബോംബ് കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് വാർത്തകളുണ്ടായി വലിയ പ്രശ്നമായി നിന്ന സമയത്താണ് പേര് പോലും പുറത്തു വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് രാത്രി തന്നെ 9 മണിക്ക് ശേഷം BJP പ്രകടനം നടത്തിയത്. അത് ഈ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ, ഈ ബോംബ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ളതാണെന്നാണ് സുരേഷ് ബാബു പറയുന്നത്. പിന്നീട് ഇന്നലെ കോൺഗ്രസ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ആ സമയത്തും BJP ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സമരം, യുവമോർച്ച ഇത്തരത്തിൽ രാഹുലിൻ്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. അതും ഇത്തരത്തിൽ ഈ വിഷയം ഉയർന്നു വരാൻ ഒരു തരത്തിലുള്ള അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമരങ്ങൾ സംഘടിപ്പിച്ചതെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവമായി അന്വേഷിക്കണം. ഈ സ്കൂളിനോട് ചേർന്നുള്ള പരിസരത്തുള്ള RSSന്റെ കാര്യാലയം റെയ്ഡ് ചെയ്യണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സുരേഷ് ബാബു ഉന്നയിച്ചത്. വരുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നതും അദ്ദേഹം വ്യക്തമാക്കി. CPMനെ സംബന്ധിച്ച് രാഹുലിൻ്റെ വിഷയവും ഈ ബോംബ് വിഷയവും ഒരേപോലെ പരിഗണിക്കുന്ന വിഷയങ്ങളാണ്. ഒരേപോലെയാണ് ഈ രണ്ട് വിഷയത്തിലും ഇടപെടുന്നത്. പക്ഷേ ബോധപൂർവം സ്കൂളിൽ ഈ സ്ഫോടന വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ അത് മുക്കിക്കളയാൻ, അതില്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. അതിൽ BJP ഈ സ്ഫോടന വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം മാറ്റാനായി രാഹുലിനെതിരെ സമരം ചെയ്യുന്നു. അതേസമയം കോൺഗ്രസ് രാഹുലിനെതിരായ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ഈ സ്ഫോടന വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ CPM ഈ രണ്ട് വിഷയത്തിലും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് സുരേഷ് ബാബു പറഞ്ഞത്. ഏതാണെങ്കിലും വരുന്ന ദിവസങ്ങളിലും വിഷയം സജീവമായി ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോലീസ് അന്വേഷണം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാലക്കാട്ടെ കേന്ദ്രമായ മൂത്താന്തറയിൽ ഉണ്ടായിരുന്നത് ബോംബ് തന്നെയാണെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. ശരി അജിത്, വ്യക്തമാണ്.